സംഘപരിവാർ നേതാക്കളുമായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നടത്തിയ രഹസ്യ കൂടിക്കാഴ്ചയും അതിനു പിന്നാലെ ഉയർന്ന വിവാദങ്ങളും കോൺഗ്രസിനെ വലിയൊരു ആഭ്യന്തര യുദ്ധത്തിലേക്കാണ് നയിക്കുന്നത്. മതേതരത്വത്തിന്റെ കാവലാളെന്ന് സ്വയം ചമയുന്ന സതീശന്റെ ഇരട്ടത്താപ്പാണ് ഇപ്പോൾ സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുടെ കടുത്ത പ്രതിഷേധത്തിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. യുഡിഎഫിന്റെയും കോൺഗ്രസിന്റെയും വിജയത്തിനായി തെരഞ്ഞെടുപ്പിൽ അഹോരാത്രം വിയർപ്പൊഴുക്കിയ കെ.പി.സി.സി ജനറൽ സെക്രട്ടറി പി.എം. നിയാസിനെ പോലൊരു മുതിർന്ന നേതാവിനോട് വി.ഡി. സതീശൻ കാണിച്ച ക്രൂരമായ അവഗണന വെറുമൊരു രാഷ്ട്രീയ പൊരുത്തക്കേടല്ല, മറിച്ച് കടുത്ത വഞ്ചനയാണെന്നാണ് പാർട്ടി അണികൾ വിശ്വസിക്കുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എസ് ശേഷാദ്രിനാഥിനെ നിയമിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയുണ്ടെന്ന ആക്ഷേപവും ശക്തമായിട്ടുണ്ട്. ശേഷാദ്രിനാഥിന്റെ സംഘപരിവാർ ബന്ധം ചൂണ്ടിക്കാട്ടി കടുത്ത ആശങ്കകളോടെയാണ് പി.എം. നിയാസ് മുഖ്യമന്ത്രിയെ നേരിൽ കാണാൻ അനുമതി തേടിയത്. എന്നാൽ ദിവസങ്ങളോളം കാത്തിരുന്നിട്ടും സ്വന്തം പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് സമയം അനുവദിക്കാൻ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തയ്യാറായില്ല. സ്വന്തം പാർട്ടി നേതാവിനെ കാണാൻ സമയമില്ലെന്ന് പറഞ്ഞ് ആട്ടിയകറ്റിയ അതേ ദിവസം തന്നെയാണ് സംഘപരിവാറിന്റെ ഉന്നത നേതാക്കൾക്ക് മുഖ്യമന്ത്രി ഔദ്യോഗിക വസതിയിൽ ചുവപ്പ് പരവതാനി വിരിച്ചതെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. സംഘപരിവാർ പ്രതിനിധികൾ ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും അതീവ താൽപര്യത്തോടെയും അനുഭാവപൂർണമായും പരിഹരിക്കാമെന്ന് സതീശൻ ഉറപ്പു നൽകിയതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതേ ദിവസം തന്നെ ഒരു സ്വകാര്യ യൂട്യൂബ് ചാനൽ ചീഫ് എഡിറ്ററുമായും സതീശൻ കൂടിക്കാഴ്ച നടത്തി. മതേതര വോട്ടർമാരെ വഞ്ചിച്ചുകൊണ്ട് വലതുപക്ഷ ഗ്രൂപ്പുകളെ പ്രീതിപ്പെടുത്താനുള്ള PR തന്ത്രങ്ങളുടെ ഭാഗമാണിതെന്നാണ് ആരോപണം. മതേതരത്വത്തിന്റെ മുഖംമൂടി അണിഞ്ഞ് സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന വി.ഡി. സതീശന്റെ ഈ നിലപാട് കോൺഗ്രസിന്റെ അടിസ്ഥാന ആദർശങ്ങൾക്ക് നേരെയുള്ള കോടാലി വെപ്പാണ് എന്നാണ് കോൺഗ്രസിനുള്ളിലെ ഒരു മുതിർന്ന നേതാവ് പറഞ്ഞത്. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അധികാരത്തിലേറ്റാൻ ചോര നീരാക്കിയ സാധാരണ പ്രവർത്തകരെയും നേതാക്കളെയും നോക്കുകുത്തിയാക്കി RSS താൽപര്യങ്ങൾക്ക് മുഖ്യമന്ത്രി വഴങ്ങുന്നു എന്ന വികാരം ഇപ്പോൾ കെ.പി.സി.സിയിൽ ശക്തമാണ്. പി.എം. നിയാസ് പരസ്യമായി രംഗത്ത് വന്നത് ഈ അമർഷത്തിന്റെ ആദ്യ സ്ഫോടനം മാത്രം. ഭരണത്തിന്റെ തണലിൽ പാർട്ടിയിലെ മതേതര മുഖങ്ങളെ ഒതുക്കാനും സംഘപരിവാറുമായി അന്തർധാര സജീവമാക്കാനും വി.ഡി. സതീശൻ ശ്രമിക്കുന്നു എന്ന ആരോപണം വരും ദിവസങ്ങളിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളെ പാടെ തകിടം മറിക്കും. സതീശന്റെ ഈ സംഘപരിവാർ വിധേയത്വത്തിനെതിരെ ഹൈക്കമാൻഡിനെ നേരിട്ട് സമീപിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം നേതാക്കൾ. വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിലും കോൺഗ്രസ് പാർട്ടിക്കുള്ളിലും സതീശന്റെ ഈ വീഴ്ചയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നത് ഉറപ്പാണ്.